ഓക്കെ, നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്ത ഉൽപ്പന്നം, സീമാന്ത ഉൽപ്പന്നം, പിന്നെന്താണ് ശരാശരി ഉൽപ്പന്നം TP, AP, MB എന്നിവ പഠിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് TP, AP, MB എന്നിവയുടെ ഗ്രാഫാണ്. അതിന്റെ ഗ്രാഫിക്കൽ കർവുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആ ഗ്രാഫ് ഈ TP, AP, MB എന്ന് പറയുന്ന ഗ്രാഫ് ഒരൊറ്റ ഗ്രാഫിൽ നമ്മൾ വരച്ചിട്ട് ആ ഒറ്റ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ അതൊരു 3 ഘട്ടങ്ങളിലെ 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. TP, AP ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ മാർജിനൽ പ്രോഡക്റ്റ്, ഇവ മൂന്നും ഒറ്റ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുക, ഇതാണ് TP, APയുടെ ഗ്രാഫ്. കണ്ടല്ലോ, ഇതാണ് TP ടോട്ടൽ പ്രോഡക്റ്റിന്റെ ഗ്രാഫ്. ഇങ്ങനെ ഉയർന്നു ഇവിടെ വന്നിട്ട് ഇതിന്റെ മാക്സിമം അച്ചീവ് ചെയ്യുന്നു, പിന്നെ കുറയുന്നു. ഇതാണ് TP. അടുത്ത് AP ആവറേജ് പ്രോഡക്റ്റ് നോക്കുക. ആവറേജ് പ്രോഡക്റ്റ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിയിട്ട് ഇവിടെ അതിന്റെ മാക്സിമം എത്തിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, പതിയെ കുറയുന്നു, എന്നാൽ 0 ആകുന്നില്ല. എന്നാൽ MPയുടെ ഗ്രാഫ് നോക്കി, അത് മാക്സിമം അച്ചീവ് ചെയ്യുന്നു, കുറയുന്നു, എന്നിട്ട് എന്തെന്നു, 0-ലെത്തുന്നു. അപ്പൊ ഇതാണ് TP, AP എന്നിവയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്, കർവ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് നമ്മൾ എക്സും വൈ എന്ന് പറഞ്ഞ ഒരു ആക്സിസിൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് പേപ്പറോട്ട് നമ്മൾ ഒരുമിച്ച് വരച്ചേക്കുകയാണ്. നമ്മൾ ഇത് തമ്മിലുള്ള 3 സ്റ്റേജസ്, ഒന്നാമത്തെ സ്റ്റേജ് ഇതും, രണ്ടാമത്തെ സ്റ്റേജ് ഇത്, മൂന്നാമത്തെ സ്റ്റേജ് ഇതാണ്. ഒന്നാമത്തെ സ്റ്റേജിന് വർദ്ധമാന പ്രത്യയ ഘട്ടം എന്നാണ്, വർദ്ധമാന പ്രത്യയ ഘട്ടം അല്ലെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺ എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേജിന് അപജയ പ്രത്യയ ഘട്ടം, അപജയ പ്രത്യയ ഘട്ടം അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേൺ എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ ഋണാത്മക പ്രത്യയ ഘട്ടം, ഋണാത്മക പ്രത്യയ ഘട്ടം അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേൺ എന്നാണ് പറയുന്നത്. അങ്ങനെ 3 സ്റ്റേജസിലൂടെയാണ് ഈ 3 ഗ്രാഫും കടന്നു പോകുന്നത്. ഈ 3 സ്റ്റേജും ഏതൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് നോക്കുക, ഇവിടെ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒന്നാമത്തെ ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടത്തില് APയും ഉയരുന്നുണ്ട്, MPയും ഉയർന്ന നിരക്കിലാണ്. അപ്പൊ AP ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ നിരക്കിൽ അല്ലെങ്കിൽ കൂടിയ നിരക്കിൽ ഏതും വർദ്ധിക്കുന്നു, TPയും വർദ്ധിക്കുന്നു. ഒന്നുകൂടി പറയാം, APയും MBയും വർദ്ധിക്കുന്നത് കാരണം കൂടിയ നിരക്കിൽ TP ടോട്ടൽ പ്രോഡക്റ്റും വർദ്ധിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇത് 3 AP, MB, TP ഇത് 3 വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, വർദ്ധമാന പ്രത്യയ ഘട്ടം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇൻക്രീസിംഗ് റിട്ടേൺ എന്ന് പറയുന്നു. ഈ ഫസ്റ്റ് സ്റ്റേജിൽ TP, AP, MB ഇത് 3ഉം ഇൻക്രീസിംഗ് മോഡിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നു, വർദ്ധമാന പ്രത്യയ ഘട്ടം അല്ലെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരിക. രണ്ടാമത്തെ സ്റ്റേജ് ഇവിടെ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിൽ നോക്കുക, AP കുറയുന്നു, ഒപ്പം എന്നും കുറയുന്നു, MPയും കുറയുന്നു. എന്നാൽ TP എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വേഗത്തിലല്ല, അല്ലെങ്കിൽ അതേ വേഗത്തിലുള്ള നിരക്കിലല്ല കൂടുന്നുണ്ട്, പക്ഷെ വേഗതയുടെ നിരക്ക് കുറഞ്ഞു, അല്ലെ കുറഞ്ഞ നിരക്കിലാണ് വർദ്ധിക്കുന്നത്. അതായത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോകേണ്ട TP എന്ത് ചെയ്തു, ഇത് രണ്ടും AP, MBയും കുറയുന്ന കാരണം ഇവിടെ നിന്ന് ഒരു ഒടിവ് സംഭവിച്ച് ഇങ്ങനെയാണ് പറയുന്നത് അല്ലെ വർദ്ധിക്കുന്നത്. അപ്പോ വർധന നിരക്ക് അല്ലെ കുറഞ്ഞ വർധനവിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു സ്മോൾ ചേഞ്ച് ആയാലും മാത്രമാണ്, അല്ലെങ്കിൽ ഒരു റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ചെറിയ സ്മോൾ റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു, TP ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ AP, MB എന്ത് ചെയ്യുന്നു, കുറയുന്നുണ്ട്. AP കുറയുന്നു, MB എവിടെ എത്തുന്നു, 0-ലെത്തുന്നു. MB 0-ലെത്തുന്നു. അപ്പൊ രണ്ടാമത് എന്താണ്, APയും MBയും കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു, ഡിമിനിഷ് ചെയ്യുന്നു. പക്ഷേ TPയോ കുറഞ്ഞ നിരക്കിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ APയും MBയും കുറയുന്നത് കൊണ്ട് രണ്ടാമത്തെ സ്റ്റേജ് പറയുന്ന പേരാണ് അപജയ പ്രത്യയ ഘട്ടം. അപജയ പ്രത്യയ ഘട്ടം അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേൺ. ഡിമിനിഷിംഗ് കുറയുന്നു, അതുകൊണ്ട് വിളിക്കുന്നതാണ് APയും MBയും ഡിമിനിഷ് ചെയ്യുന്നതുകൊണ്ട് ആ സ്റ്റേജിനെ പറയുന്ന പേര് ഡിമിനിഷ് റിട്ടേൺ. എന്നാൽ ഡിമിനിഷ് റിട്ടേണില് MB 0-ലെത്തുന്നു. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, TP അതിന്റെ ഹയർ പോർഷനിൽ എത്തുന്നു, അതിന്റെ പരമാവധി മാക്സിമം അച്ചീവ് ചെയ്യുന്നു. when TP achieves maximum then MB goes to 0. അതാണ്. അപ്പോ TP അതിന്റെ മാക്സിമത്തിൽ എത്തുമ്പോൾ MB 0 ആവുന്നു.
ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേജ് എടുക്കുക. മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ കണ്ടു, എ പി കുറയുന്നു, എം ബി നെഗറ്റീവ് ആകുന്നു അല്ലെങ്കിൽ 0-നും താഴോട്ട് പോകുന്നു. സോ ടി പി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ 3 സ്റ്റേജ് മനസ്സിലാക്കുക. ഒന്നാമത്തെ സ്റ്റേജ് 3 വർദ്ധിക്കുന്നു, രണ്ടാമത്തെ സ്റ്റേജിൽ എ പി എം ബി കുറയുന്നു, ബട്ട് സ്റ്റിൽ ടി പി എന്ത് ചെയ്യുന്നു? കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ സ്റ്റേജില് എം ബി നെഗറ്റീവ് ആകുന്നു, എം ബി നെഗറ്റീവ് ആകുന്നു. സോ എം ബി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇൻ കോസ് ഓഫ് ടി പി എന്ത് ചെയ്യുന്നുണ്ട്? കുറയാൻ തുടങ്ങുന്നു. ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് റിട്ടേൺസ്. ഇത് വിളിക്കും നെഗറ്റീവ് റിട്ടേൺസ്. മലയാളത്തിൽ ഋണാത്മക പ്രത്യേകഘട്ടം. മലയാളത്തിൽ ഋണാത്മക പ്രത്യേകഘട്ടം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ പി എം ബി എന്നിവയ്ക്ക് അനുസരിച്ചാണ് ടി പിയുടെ ചലനങ്ങളും അല്ലെ ടി പിയുടെ മാറ്റങ്ങളും. അപ്പൊ 3 സ്റ്റേജസ് മനസ്സിലായല്ലോ. ഒന്നാമത്തെ സ്റ്റേജിനെ പറയുന്ന പേരെന്താണ്? ഇൻക്രീസിങ് റിട്ടേൺസ് അല്ലെങ്കിൽ വർദ്ധമാന പ്രത്യേകഘട്ടം. വർദ്ധമാന പ്രത്യേകഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? എ പി എം ബി ഇവ വർദ്ധിക്കുന്നു. സോ ഒപ്പം തന്നെ ടി പി കൂടിയ നിരക്കിൽ വർദ്ധിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എടുക്കുക. എന്താണ് രണ്ടാമത്തെ സ്റ്റേജ്? ഡിമിനിഷ് റിട്ടേൺ. അപചയ സീമാന്ത അപചയ പ്രത്യേകഘട്ടം. അപചയ പ്രത്യേകഘട്ടം അല്ലെങ്കിൽ എന്താണ്? ഡിമിനിഷ് റിട്ടേൺസ്. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ എ പിയും എം ബിയും കുറയുന്നു, ബട്ട് ടി പി കുറഞ്ഞ നിരക്കിൽ സ്മോൾ റേറ്റിൽ, അതായത് ചെറിയ നിരക്കിലാണ് ഇത് വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ എന്താണ്? ചെറിയ നിരക്കിലാണ്. മൂന്നാം സ്റ്റേജ് എന്താണ്? മൂന്നാം സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺസ് അല്ലെ ഋണാത്മക പ്രത്യേകഘട്ടം. ഈ പ്രത്യേകഘട്ടത്തിൽ 0 എം ബി എന്താവുന്നു? നെഗറ്റീവ് ആവുന്നു, 0-നും താഴോട്ട് പോകുന്നു. അതൊരു കാരണം. അതുകൊണ്ട് തന്നെ ടി പി എന്ത് ചെയ്യുന്നു? കുറയാൻ തുടങ്ങുന്നു. ഈ 3 ഘട്ടങ്ങളാണ് ടി പി എ പി എം ബിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ എ പി ആൻഡ് എം ബി. ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധം. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ എ പി ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്, ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇന്ന് ടി പിയുടെ ഗ്രാഫ് ഒഴിവാക്കിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ, എ പി ഉണ്ട്, എം ബി ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കുക, ഇതിന് 3 പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പോ എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അല്ല ഇവർ നമ്മൾ അല്ലെങ്കിൽ ഈ 2 ഗ്രാഫും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് നോക്കി കാണാൻ പറ്റുന്നതാണ്, മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാലും നോക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അതിൽ ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? എ പി ഉയരുന്നുണ്ട്, ഒപ്പം ആരും ഉയരുന്നുണ്ട്? എം ബിയും ഉയരുന്നുണ്ട്. അതായത് ഈ ഭാഗം വരെയും എ പി ഉയരുന്ന അതേ ഏതുവരെ ഉയരുന്നു ആ അളവ് വരെ, അതായത് ശ്രദ്ധിക്കുക, എ പി എവിടം വരെ ഉയരുന്നുവോ ആ ഭാഗം വരെ എം ബി എ പിക്ക് മുകളിലായിരിക്കും. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എ പി എവിടം വരെ ഉയരുന്നുവോ അവിടം വരെ എം ബി കർവ് എന്തിന് മുകളിലായിരിക്കും? എ പിക്ക് മുകളിലായിരിക്കും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എ പി കുറയാൻ തുടങ്ങുമ്പോ ആര്? എം ബി എ പിക്ക് താഴെയായിരിക്കും. 2 പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരൊറ്റ ഗ്രാഫിൽ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന 2 പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, എ പി ഉയർന്നിരിക്കുമ്പോൾ എവിടം വരെ ഉയരുന്നോ അവിടം വരെ എം ബി എ പിക്ക് മുകളിലായിരിക്കും. എ പി താഴുമ്പോൾ എം ബി എ പിക്ക് താഴെയായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് സിമ്പിൾ ആയിരിക്കും. എ പി അതിന്റെ പരമാധികാരത്തിൽ അല്ലെങ്കിൽ പരമാവധി എത്തുമ്പോൾ, പരമാവധി അതിന്റെ മാക്സിമം അച്ചീവ് ചെയ്യുമ്പോൾ, എ പി അതിന്റെ മാക്സിമം അച്ചീവ് ചെയ്യുമ്പോൾ എം ബി മുകളിൽ നിന്ന് ഇന്റർസെക്ട് ചെയ്യും. എം ബി എ പിയെ മുകളിൽ നിന്ന് എന്ത് ചെയ്യും? ഛേദിക്കും, ഇന്റർസെക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് 3 പോയിന്റ്. ഒന്നുകൂടി പറയാ. ഒന്നാമത്തെ പോയിന്റ്, എ പി എവിടം വരെ ഉയർന്നിരിക്കുവോ അവിടം വരെ എം ബി എ പിക്ക് മുകളിലായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, എ പി കുറയാൻ തുടങ്ങുമ്പോൾ എം ബി എ പിക്ക് താഴെയായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, എ പിയുടെ മാക്സിമത്തിൽ വെച്ച് അല്ലെങ്കിൽ പരമാവധിയിൽ വെച്ച് എം ബി മുകളിൽ നിന്നും എ പിയെ ഛേദിക്കുന്നു അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇതാണ് എ പിയും എം ബിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ശരി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ലോങ് റൺ അല്ലെങ്കിൽ ദീർഘകാല ഉൽപാദന ധർമ്മം. അതിനകത്ത് തോതനുസരിച്ചുള്ള പ്രത്യേകഘട്ടം അല്ലെങ്കിൽ റിട്ടേൺ ടു സ്കെയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ദീർഘകാല അളവിൽ എല്ലാ നിവേശങ്ങളും എല്ലാ ഇൻപുട്സും
വിഭേദങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആയിരിക്കും. അതായത് ലോങ് റണ്ണിനകത്ത് അല്ലെങ്കിൽ ദീർഘകാലത്തിനകത്ത് സ്ഥിരമെന്നോ അല്ലെങ്കിൽ വ്യത്യസ്തമുള്ളതെന്നോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഫിക്സഡ് ഇൻപുട്ട് എന്നോ വേരിയബിൾ ഇൻപുട്ട് എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാ ഇൻപുട്സും എന്തായിരിക്കും? വേരിയബിൾസ് ആയിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ദീർഘകാല അളവിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ നിവേശങ്ങളിലും മാറ്റം കൊണ്ടുവരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ തോതനുസരിച്ചുള്ള പ്രത്യേക ഘട്ടം അല്ലെങ്കിൽ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിവേശങ്ങളുടെ അളവിൽ മാറ്റം വരുന്നു, എന്നാൽ ഇവ തമ്മിലുള്ള അംശബന്ധം മാറുന്നില്ല. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഇവിടെ അളവിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ അംശബന്ധം മാറ്റാതെ അളവിൽ മാത്രം ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ മൊത്ത ഉൽപാദനത്തിൽ എന്ത് വ്യത്യാസം വരും എന്നതാണ് ഇത് എന്താ വിളിക്കുക, തോതനുസരിച്ചുള്ള പ്രത്യേക ഘട്ടം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് സിമ്പിളാണ്. ഇതിന്റെ അളവിൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്, പക്ഷെ ഇവ തമ്മിലുള്ള രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള അംശബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുത്തുന്നില്ല. അങ്ങനെ വരുത്താണ്ടിരിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന വർധനവിനെ കുറിച്ച് അല്ലെ അതിലുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ തോതനുസരിച്ചുള്ള പ്രത്യേകഘട്ടം അല്ലെങ്കിൽ റിട്ടേൺ ടു സ്കെയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ തോതനുസരിച്ചുള്ള ഉൽപാദനത്തിൽ 3 ഘട്ടങ്ങളിലാണ് കടന്നു പോകുന്നത്. ആ 3 ഘട്ടങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം പഠിക്കാൻ പോകുന്നത് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ, IRS എന്നാണ്. ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ IRS ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള എന്താണ്, തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യേകഘട്ടം. തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യേകഘട്ടം അല്ലെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. എന്താണ് ഇൻക്രീസ് റിട്ടേൺ സ്കെയിൽ എന്ന് പറഞ്ഞാൽ, തോതനുസരിച്ച് നമ്മൾ രണ്ട് നിവേശങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ റേഷ്യോയിൽ മാറ്റം വരുത്തുമ്പോൾ എന്താണ് അതിൽ കൂടുതൽ വർധനവ് മൊത്ത ഉൽപാദനം ഉണ്ടാകുന്നു. അതായത് രണ്ട് നിവേശങ്ങളെ തോതനുസരിച്ച് നമ്മൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ടോട്ടൽ പ്രോഡക്റ്റില് അതിനേക്കാൾ വലിയ വർധന ഉണ്ടാകുന്നു. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മൾ ഇൻപുട്ടിനകത്ത് 10% വർദ്ധിപ്പിക്കുന്നു വിചാരിക്കുക. ഇൻപുട്ടിനകത്ത് രണ്ട് നിവേശങ്ങൾ തമ്മിലുള്ള റേഷ്യോ അല്ലെ അംശബന്ധം 10% വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റിനകത്ത് 10%-ൽ കൂടുതൽ വർധന ഉണ്ടാകുന്നു. ഒരു 10% നമ്മൾ ഇൻപുട്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഡക്ട്സ് 10%-ലും മോർ ആയിട്ട് എന്ത് ചെയ്യും, ഉണ്ടാകുന്നു, ഇൻപുട്ട് ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. 10% ഇൻപുട്സിൽ ഉണ്ടാകുന്ന വർധനവ് 10%-ൽ കൂടുതൽ വർധനവ് എവിടെ ഉണ്ടാകും, ടോട്ടൽ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്നു. ഇതിനെയാണ് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ആ ലോജിക്ക് മനസ്സിലാക്കുക. 10% വർദ്ധിച്ചപ്പോൾ 10%-ൽ കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ IRS എന്ന് വിളിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് ഏതെന്ന് പറഞ്ഞാല് തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യേകഘട്ടം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യേകഘട്ടം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ അല്ലെങ്കിൽ CRS എന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരേ അനുപാതത്തിൽ എല്ലാ നിവേശങ്ങളും വർദ്ധിപ്പിക്കുമ്പോൾ ഒരേ അനുപാതം അല്ലെങ്കിൽ സെയിം റേഷ്യോയില് എല്ലാ ഇൻപുട്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതേ അളവിൽ തന്നെയായിരിക്കും ഉൽപാദനത്തിൽ വർധന ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇൻപുട്സ് ഒരേ അനുപാതത്തിൽ നമ്മൾ വർദ്ധിക്കുമ്പോൾ എത്ര അനുപാതത്തിലാണോ ഇൻപുട്സ് വർദ്ധിപ്പിച്ചത് അതേ അനുപാതത്തിൽ തന്നെയായിരിക്കും പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന വർധനവും. അപ്പൊ രണ്ട് സ്ഥിരമായിരിക്കും. ഇവിടെ നോക്കുക, നമ്മൾ 10% ഇൻപുട്ട് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ പ്രൊഡക്ഷനിലും എത്ര ശതമാനം വർദ്ധിക്കും, 10% തന്നെ ഉണ്ടാകും. രണ്ടും ഈക്വൽ ആയിരിക്കും, സ്ഥിരമായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് എന്ത് വിളിക്കുന്നത്, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യേകഘട്ടം. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നിവേശങ്ങളിൽ 10% വർധനം ഉണ്ടാകുമ്പോൾ പ്രൊഡക്ഷനിലും എത്ര ശതമാനം തന്നെ ഉണ്ടാകുന്നു, സെയിം ആയിട്ട് 10% തന്നെയാണ് വർധന ഉണ്ടാകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ അല്ലെങ്കിൽ CRS എന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തെ ഘട്ടമാണ് തോതനുസരിച്ചുള്ള അപചയ പ്രത്യേകഘട്ടം അല്ലെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞു, 10% വർദ്ധിക്കുമ്പോൾ 10%-ൽ കൂടുതൽ. രണ്ടാമത്തേല് 10% ആണെങ്കിൽ 10% തന്നെയാണ്. മൂന്നാമത്തെ എന്തായിരിക്കും,
10%, അതായത് നമ്മൾ എല്ലാ നിവേശങ്ങളും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദനം അതിൽ കുറയുകയാണ് എങ്കിൽ, അതായത് 10% ഇൻപുട്ടിൽ വർധനം ഉണ്ടാക്കുമ്പോൾ ഉൽപാദനം 10% കുറയുന്നു, നമ്മളെ പ്രൊഡക്ഷൻ എന്തിൽ കുറയുന്നു, 10% കുറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അതിനകത്ത് നമ്മൾ അതിനെ ഇരട്ടിയാക്കുകയാണ്, നിവേശങ്ങളെല്ലാം ഇരട്ടിയാക്കുന്ന സമയത്ത് ഉൽപാദനവും അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റും ഇരട്ടിയാകുകയാണെങ്കിൽ അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ. എന്നാൽ നിവേശങ്ങൾ ഇരട്ടിയാക്കുമ്പോൾ ഉൽപാദനം ഇരട്ടിയിൽ കൂടുതലാണെങ്കിൽ അതാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. എന്നാൽ നിവേശങ്ങൾ ഇരട്ടിയാക്കുമ്പോൾ ഉൽപാദനത്തിൽ ഇരട്ടിയിൽ കുറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ, അല്ലെങ്കിൽ തോതനുസരിച്ചുള്ള അപചയ പ്രത്യേക ഘട്ടം എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഈ 3 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്റെ ഗ്രാഫ് സിമ്പിൾ ആണ്, ഗ്രാഫ് നമുക്ക് വരച്ച് കാണിച്ചു തരാം, നോക്കുക. ഓക്കെ, ഈ IRS, CRS, DRS ഗ്രാഫാണ്, വളരെ സിമ്പിൾ ആണ്. ഇച്ചിരി ലോജിക്ക് വൈസ് നമുക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കുക, ഇതാണ് ഏതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാല് IRS, CRSന്റെ ഗ്രാഫ്. വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. നമ്മൾ ആദ്യം പറഞ്ഞു കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ, കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ, ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ, ഒറിജിനൽ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസിങ് ആയിരിക്കും. അപ്പൊ അടുത്തെന്താണ്, ഡിമിനിഷ് റിട്ടേൺ ടു സ്കെയിൽ, ഡിമിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറയുന്നു. ഇത്രേ ഉള്ളൂ. ഇതാണ് 3 ഗ്രാഫ്. അപ്പോ IRS, CRS, DRS. അപ്പൊ ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. കൃത്യമായിട്ട് നമുക്കിത് പഠിക്കുക എല്ലാവരും. ഓക്കെ.